കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സുകാർക്ക് വിക്ടേഴ്സിൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ടീച്ചർ യൂണിറ്റ് 3 ഗ്ലിംപ്സസ് ഓഫ് നേച്ചർ എന്ന ചാപ്റ്ററിലെ ദി മൗണ്ടൻ ആൻഡ് ദി സ്ക്വിറൽ എന്നുള്ളൊരു പോയമായിരുന്നു ഇന്ന് എടുത്തത് തന്നെ. അപ്പോൾ ഇന്ന് കുറച്ച് വർക്കൊക്കെ തന്നിട്ടുണ്ട്, അതിനുള്ള ആൻസേഴ്സൊക്കെ ഈ വീഡിയോ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരി, ഇന്നത്തെ ഈ വീഡിയോയിൽ ദി മൗണ്ടൻ ആൻഡ് ദി സ്ക്വിറൽ എന്നുള്ളൊരു പോം വായിക്കുന്നതായിട്ട് ഇട്ടിട്ടില്ല. അതിന് പകരം ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ ഞങ്ങൾ ദി മൗണ്ടൻ ആൻഡ് ദി സ്ക്വിറൽ എന്നുള്ളൊരു പോം വായിക്കുന്നതും ഇതിൻ്റെ മലയാള അർത്ഥവും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ ക്ലാസ്സിലെ വർക്ക്ഷീറ്റ്സൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. കൂട്ടുകാരി, ആദ്യം തന്നെ ഒരു പസിൽ ഫില്ല് ചെയ്യാനായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പസിൽ ഫസ്റ്റ് അക്രോസാണ് തന്നിരിക്കുന്നത്. അക്രോസിൽ നമുക്ക് ചെയ്യാനുള്ള 5 ക്ലൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഒന്നാമത്തത് എ ഹേറ്റഡ് ആർഗ്യുമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. രണ്ടാമത്തത് ദിസ് വേർഡ് മീൻസ് ദി സെക്കൻഡ് മെൻഷൻഡ്. അടുത്തത് എ പേഴ്സൺ ഹൂ ബിഹേവ്സ് ഹീ ഈസ് സുപ്പീരിയർ ടു അതേഴ്സ്. ഫോർത്ത് വൺ വിച്ച് വേർഡ് ഈസ് യൂസ്ഡ് ഹെർ ഫോർ earth. And fifth one, we use the word to indicate bring shame or discredited. അപ്പോൾ ഇത് നമ്മൾ 5 വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഡൗൺവാർഡും കൂടി വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പസിലിലേക്ക് ആൻസർ എഴുതി നോക്കാം. കൂട്ടുകാരെ, അടുത്തത് ഡൗൺവാർഡ്സ് ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, ഹൂ സ്റ്റാർട്ടഡ് ദി ക്വാറൽ ഹർ. ആൻഡ് സെക്കൻഡ് വൺ, ദിസ് വേർഡ് മീൻസ് ബ്രേക്ക് ഓർ കോസ് ടു ബ്രേക്ക്. തേർഡ് വൺ, this word means energetic or lively. Fourth one, there is a word in the poem means beautiful. Fifth one, this is another word for path. ഇനി നമുക്ക് ഈ പസിലിൻ്റെ ആൻസേഴ്സ് നോക്കാം. കൂട്ടുകാരി, ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ആൻസേഴ്സൊക്കെ ഇങ്ങനെയാണ് എഴുതിയത്. നിങ്ങൾ ആ പസിലിലേക്ക് എടുത്തെഴുതാം. അപ്പോൾ ഒന്നാമത്തേത് ഹേറ്റഡ് ആർഗ്യുമെൻറ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണ്, ആ ഒരു മീനിങ് എന്താണ്? ക്വാറലാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു വഴക്കൊക്കെ പോലെ, അതാണ് ക്വാറൽ. അടുത്തത് ദിസ് വേർഡ്സ് മീൻ ദി സെക്കൻഡ് മെൻഷൻഡ്. രണ്ടാമത് മെൻഷൻ ചെയ്യുന്നതിന് അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ രണ്ടാമത് മെൻഷൻ ചെയ്ത് പറയുമ്പോൾ എന്താ ഉപയോഗിക്കുക? നമ്മൾ പഠിച്ചു ലൈറ്റർ. ഓക്കെ. ആൻഡ് എ പേഴ്സൺ ഹൂ ബിഹേവ്സ് ഹീസ് സുപ്പീരിയർ ടു അതേഴ്സ്. അതെന്താണ്? പ്രിഗ്. വിച്ച് വേർഡ് ഈസ് യൂസ്ഡ് ഹെർ ഫോർ എർത്ത്. എർത്ത് എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി ഈ കവിതയിൽ എന്താ യൂസ് ചെയ്തേക്കുന്നത്? സ്ഫിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഗോളം പോലെ. എൻ്റെ അടുത്തത് വി യൂസ് ദി വേർഡ് ടു ഇൻഡിക്കേറ്റ് ബ്രിങ് ഷെയിം ഓർ ഡിസ്ക്രെഡിറ്റഡ്. അതിനെന്താ നമ്മൾ ഷെയിമും ഡിസ്ക്രെഡിറ്റൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? ഈ പോലത്തിൽ ഡിസ്ഗ്രേസ് ആണ്. ഓക്കെ. നമ്മൾ ഡിസ്ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയിം, നാണമില്ല. നമ്മുടെ സ്കുരൽ പറയുന്നില്ലേ, ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കൊരു നാണവുമില്ല, എനിക്കൊരു ഡിസ്ഗ്രേസും ഇല്ല. അപ്പോൾ നമ്മൾ ഷെയിമിനെയും ഡിസ്ക്രെഡിറ്റിനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുക, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണ് ഡിസ്ഗ്രേസ്. സ്കുരൽ പറയുന്നുണ്ട് ആൻഡ് ഐ തിങ്ക് ഇറ്റ് നോ ഡിസ്ഗ്രേസ് എന്ന് പറയത്തില്ലേ, അത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരുത്തരും ലെറ്റർ നോക്കാം. ക്വാറലിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7 ഉണ്ട്. ആൻഡ് ലൈറ്ററിന് എത്രയുണ്ട്? 6 ഉണ്ട്. പ്രിഗിന് എത്രയുണ്ട്? 4 ഉണ്ട്. ആൻഡ് സ്ഫിയറിന് എത്രയുണ്ട്? 6 ഉണ്ട്. ആൻഡ് ഡിസ്ഗ്രേസിന് എത്രയുണ്ട്? 8 ഉണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായില്ലേ? അപ്പോൾ നിങ്ങൾ ആ പസിലേക്ക് എടുത്തെഴുതാം. ഇനി അടുത്ത് നമുക്ക് ഡൗൺവാർഡ്സ് നോക്കാം. കൂട്ടുകാരി, ഇതാണ് ഡൗൺവാർഡ്സ്. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സ്റ്റാർട്ടഡ് ദി ക്വാറൽ ഹിയർ? യെസ്, മൗണ്ടൻ ആണ് ഈ ഒരു ചെറിയൊരു തർക്കം ഈ ഒരു പോയത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ദിസ് വേർഡ് മീൻസ് ബ്രേക്ക് ഓർ കോസ് ടു ബ്രേക്ക്. ഈ ഒരു മീനത്തിൽ ബ്രേക്ക് എന്നുള്ളൊരു മീനിങ് വരുന്ന ഒരു വേർഡ് ഏതാണ്? യെസ്, ക്രാക്കാണ് അല്ലേ? ക്രാക്കാണ് ബ്രേക്ക് ടു കോസ് എന്നൊക്കെ മീനിങ് വരുന്ന ഒരു വേർഡ് ഈ പോയത്തിൽ. അപ്പോൾ സ്കുരൽ പറയുന്നുണ്ട് അല്ലേ, നെയ്ത് ക്യാൻ യു ക്രാക്ക് എ നട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അടുത്തത് തേർഡ് വൺ, ദിസ് വേർഡ് മീൻസ് എനർജറ്റിക് ഓർ ലൈവ്ലി. എനർജറ്റിക് ഓർ ലൈവ്ലി, നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നതിന് നമ്മൾ മീൻസ് എന്താണ് എനർജറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ശക്തിയോടെ ഇങ്ങനെ ഇരിക്കുന്നതിന്, നല്ല ചുറുചുറുക്കായിട്ട് ഇരിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഏതാണ്? സ്പ്രൈ. ഓക്കെ, സ്പ്രൈ. ദർ ഈസ് എ വേർഡ് ഇൻ ദ പോയം മീൻസ് ബ്യൂട്ടിഫുൾ. ഈ ഒരു പോയത്തിൽ നമ്മൾ ഈ ഒരു പോയറ്റ് ബ്യൂട്ടിഫുൾ നമ്മുടെ അർത്ഥം വരുന്ന, ബ്യൂട്ടിഫുൾ എന്നുള്ള അർത്ഥം വരുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? പ്രെറ്റി. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 76 എടുത്താൽ കാണാൻ പറ്റും. എ വെരി പ്രെറ്റി സ്ക്വറൽ ട്രാക്ക് എന്ന് പറയുന്നില്ലേ, ബ്യൂട്ടിഫുൾ സ്ക്വറൽ ട്രാക്ക്. പ്രെറ്റി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് അർത്ഥം. ദിസ് ഈസ് അനദർ വേർഡ് ഓഫ് പാത്ത്.
പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വഴിയുടെ ഒരു അനദർ വേർഡ് ഏതാണ്? വേർഡ് യെസ്, ട്രാക്കാണ്. നമ്മുടെ കവിതയിൽ പോയത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടും കഴിഞ്ഞു. നമ്മുടെ പസിലിൻ്റെ ആൻസേഴ്സൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പസിലിലേക്ക് എടുത്തെഴുതുക. നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ്സിലേക്ക് കിടക്കാം. അടുത്ത വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞാൽ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനായിരുന്നു. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനം ഒരേ ശബ്ദത്തിൽ ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന റൈമിംഗ് വേർഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെയും പഠിച്ചിട്ടുണ്ട് റൈമിംഗ് വേർഡ്സൊക്കെ. ഉദാഹരണത്തിന് ട്രാക്ക്, ബാക്ക്. നമ്മുടെ പോയത്തിൽ ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ എന്ന പോയത്തിൽ ലാസ്റ്റത്തെ 4 ലൈൻസ് നോക്കൂ. അതിനകത്ത് നോക്കൂ, ട്രാക്ക് ആൻഡ് ബാക്ക്. അതിൽ ട്രാക്കിലും ബാക്കിലും അവസാനിക്കുന്ന ഏതാണ്? CK എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതെന്തായി? റൈമിംഗ് വേർഡ്സായി. അതിൽ തന്നെ ആ ഫോർത്ത് ലാസ്റ്റത്തെ ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ എന്നുള്ള ആ പോയത്തിലെ ആ 4 ലൈനിൽ അത് തന്നെ അതിൻ്റെ സെക്കൻഡ് ലൈൻ നോക്കൂ, ടാലൻസ് ഡിഫർ ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. അടുത്തത് ഏറ്റവും ലാസ്റ്റ് ലൈൻ നോക്കൂ, നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. അതിൽ അവസാനിക്കുന്ന ഏതാണ്? പുട്ട് നട്ട്. അപ്പോൾ എന്നുള്ളൊരു പുട്ട് നട്ട്. അപ്പോൾ അങ്ങനെ എന്ന് അവസാനിക്കുന്നതാണ്. അതെന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. കൂട്ടുകാരി, നമ്മുടെ പോയത്തിൽ തന്നെ കുറച്ച് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ടീച്ചർ റൈമിംഗ് വേർഡ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്വിറൽ, ക്വാറൽ. അപ്പോൾ ഇത് ഏതാണ്? അവസാനിക്കുന്നത് റെൽ എന്നുള്ളൊരു ഇതിലാണ്, സ്ക്വിറൽ ആൻഡ് ക്വാറൽ. അടുത്തത് പ്രിക്ക്, ബിഗ്. അത് ഇക്ക് എന്നുള്ളൊരു IG എന്നുള്ളൊരു ഇതിലാണ് അവസാനിക്കുന്നത്, പ്രിക്ക് ആൻഡ് ബിഗ്. അടുത്തത് ഇയർ ആൻഡ് സ്ഫിയർ. ഇയർ എന്ന് പറഞ്ഞാൽ ഇയർ എന്നുള്ളൊരു ഇതിലും സ്ഫിയർ. അപ്പോൾ അതും റൈമിംഗ് വേർഡ്സ് ആണ്. അടുത്തത് ഡിസ്ഗ്രേസ് ആൻഡ് പ്ലേസ്. ഡിസ്ഗ്രേസ്, പ്ലേസ്, ഈസ് എന്നുള്ളൊരു വേർഡിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് അത് റൈമിംഗ് വേർഡ്സ് ആണ്. അത് രണ്ടും ഒരേപോലെയല്ല അവസാനിക്കുന്നത്. അടുത്തത് പുട്ട് നട്ട്. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, പുട്ട് നട്ട്. ഓക്കെ, അപ്പോൾ അത് അവസാനിക്കുന്ന ഏതാണ്? യെസ്, എന്നുള്ളൊരു UT എന്നുള്ളൊരു വേർഡിലാണ് അവസാനിക്കുന്നത്. കൂട്ടുകാരി, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അടുത്തത് നമ്മുടെ അലിട്രേഷൻ വേർഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ? അലിട്രേഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ തന്നെ നോക്കാം. ആൻഡ് ദി ഫോമർ കോൾഡ് ദി ലേറ്റർ ലിറ്റിൽ ബ്രിക്ക്. അതിനകത്ത് നോക്കൂ, ലേറ്റർ ലിറ്റിൽ ബ്രിക്ക്. അപ്പോൾ അത് 2 പ്രാവശ്യം L വന്നു. അടുത്തത് മൈറ്റി മാക് മൂഡ് മെനി മൗണ്ടെയിൻസ്. അപ്പോൾ എന്താണ്? M എന്ന് വന്നു. മൈറ്റി മാക് മൂഡ് മെനി മൗണ്ടെയിൻസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ എന്തുണ്ട്? M ഉണ്ട്. അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ കുറേ വട്ടം M വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്? ഇലക്ട്രീഷ്യൻ ആണ്. അടുത്തത് മൈ ലവ്സ് എ റെഡ് റോസ്. അവിടെ എന്താ വന്നേ? റെഡ് റോസ്. അപ്പോൾ 6 റെഡ് റോസ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ എന്താണെന്ന് മനസ്സിലായോ? നമുക്കൊന്ന് വായിച്ച് നോക്കാം. പോയറ്റ്സ് യൂസ് ദി poetic or literary device of repeating consonant sounds at the beginning of each or at least many of the words in the poem. കൂട്ടുകാരി, അപ്പോൾ നമുക്ക് ഇലക്ട്രീഷ്യൻ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പോയത്തിലുണ്ട് ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള വേർഡ്സൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ഒരു വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. കൂട്ടുകാരി, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ പോയത്തിലെ നമ്മുടെ ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ എന്നുള്ളൊരു പോയത്തിലെ ലാസ്റ്റത്തെ 4th ലൈൻ നോക്കൂ. അതിനകത്ത് സെക്കൻഡ് ലൈൻ കണ്ടോ? ടാലൻസ് ഡിഫർ ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. അതിനകത്ത് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. അവിടെ നോക്കൂ, വെൽ വൈസ്ലി. അതാണ് ഫസ്റ്റ് വൺ. അടുത്തത് കനോട്ട് ക്യാരി. അതും നമ്മുടെ നമ്മുടെ ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ എന്നുള്ളൊരു പോയത്തിലെ ലാസ്റ്റത്തെ 4th ലൈൻ തന്നെ 3rd ലൈൻ നോക്കൂ. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക്. കനോട്ട് ക്യാരി. അപ്പോൾ എന്താണ്? CC എന്ന് വന്നു അല്ലേ? കനോട്ട് ക്യാരി. അടുത്തത് നോക്കാം. അടുത്തതും ആ ഒരു 4th ലൈൻ തന്നെ വന്ന് ലാസ്റ്റ് ലൈൻ നോക്കൂ. ആ 4th ലൈനിലെ ലാസ്റ്റ് ലൈൻ നോക്കൂ. നെയ്തർ ക്യാൻ യു ക്രാക്ക് എ നട്ട്. ക്യാൻ ക്രാക്ക്. അപ്പോൾ അതും C ആയിട്ട് വന്നിട്ടുണ്ട്. കൂട്ടുകാരി, ഇതൊക്കെ ഇലിട്രേഷൻ വേർഡ്സ് ആണ്. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. ഇനി അടുത്തത് ടീച്ചർ ഒരു സ്കിറ്റ് പോലെ ഒന്ന് കാണിച്ചു തന്നു അല്ലേ? ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ എന്നുള്ള ഒരു പോയം നമ്മുടെ 2 ഫ്രണ്ട്സ് ചെയ്യുന്നതായിട്ട് ഒരു സ്കിറ്റ് പോലെ കാണിച്ചു തന്നു. ഒരു സ്ക്വയറലിൻ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടും മൗണ്ടെയിൻ്റെ ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് കാണിച്ചു തന്നു, ഒരു ഷോർട്ട് കോൺവെർസേഷൻ പോലെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളും അത് ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. കൂട്ടുകാരി, അടുത്തത് ലാസ്റ്റ് വർക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ സമ്മറി എഴുതാനാണ്. നമ്മുടെ ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വയറൽ എന്നുള്ളൊരു ഈ പോയത്തിലെ സമ്മറി എഴുതാനാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് 8 ഇവൻറ്റ്സ് പോലെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 8 ഇവൻറ്റ്സ് നിങ്ങൾ ചേർത്ത് യോജിപ്പിച്ചിട്ട് ഈ 8 സെൻറ്റൻസും യോജിപ്പിച്ച് നിങ്ങളൊരു ചെറിയ ഷോർട്ട് സമ്മറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക.
അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. നമ്മളെല്ലാ വർക്ക്ഷീറ്റ്സും ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.